നമസ്കാരം. ഇന്ത്യയിൽ ആദ്യത്തെ സർക്കാർ അംഗീകൃത പബ്ലിക് ബ്ലോക്ക് ചെയിനായ MST ബ്ലോക്ക് ചെയിന്റെ പ്ലാൻ മനസ്സിലാക്കാം. എന്റെ പേര് സേതു. ഞാൻ ദുബായിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്ലാൻ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് നോട്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടാണ്. അതിന്റെ ഒരു പാർട്ട് ആകാൻ നമ്മൾ ഓരോരുത്തർക്കും അവസരമുണ്ട്. ഈ ആശയത്തിന്റെ പ്രചാരണത്തിനായി മൊത്തം നോഡുകളുടെ വിൽപ്പനയിലൂടെ 20% മാറ്റിവെച്ചിരിക്കുന്നത്. അത് ഏകദേശം 250 കോടി രൂപയോളം ഉണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ബ്ലോക്ക് ചെയിൻ വാലിഡേഷൻ പ്രൊമോഷനിൽ പങ്കെടുത്ത് മൊത്തം ബിസിനസിന്റെ 5% ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം 12.5 കോടി രൂപ വരുമാനം വൈറ്റ് മണിയായി ലഭിക്കുന്നു. ഒരുപക്ഷെ 10% ചെയ്യാൻ സാധിച്ചാൽ 25 കോടി രൂപയും 20% ചെയ്യാൻ സാധിച്ചാൽ അത് 50 കോടി രൂപയും. എന്നാൽ 50% ബിസിനസ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാൽ 125 കോടി രൂപ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വരുമാനമായി ലഭിക്കുന്നുണ്ടാവും. ഈ അവസരത്തെ നിങ്ങൾക്ക് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇതിന്റെ പ്രൊമോഷണൽ പ്ലാൻ അഥവാ ബെനിഫിറ്റ് പ്ലാൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ബ്ലോക്ക് ചെയിൻ നോഡ് വാലിഡേറ്റർ ആയി മാറിയതിനു ശേഷം ഈ പ്രോഡക്റ്റ് ആൻഡ് സർവീസിൽ നിന്ന് നിങ്ങൾക്ക് 20 വർഷത്തോളം ഇതിന്റെ നേറ്റീവ് കോയിനായ MST കോയിൻ റിവാർഡായി ലഭിക്കുന്നതാണ്. MST ബ്ലോക്ക് ചെയിൻ ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആയതിനാൽ ഇതിന്റെ നേറ്റീവ് കോയിൻ MSTC നിങ്ങൾക്ക് ശരിയായ ഒരു സ്ഥിര വരുമാനം ആയി മാറുന്നതാണ്. ഇത് 2026 ജനുവരി മാസം മുതൽ ഇന്ത്യൻ രൂപയായി സ്വാപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ബ്ലോക്ക് ചെയിൻ നോഡിന്റെ ഒരു ഷെയർ എടുത്തിട്ടുള്ള ആളാണെങ്കിൽ നിലവിൽ ദിനംപ്രതി 13.5 കോയിനുകളും, 10 ഷെയർ ആണെങ്കിൽ 135 കോയിനുകളും, 100 ഷെയർ ആണെങ്കിൽ 1350 കോയിനുകളുമാണ് ലഭിക്കുക. ഇങ്ങനെ ലഭിക്കുന്ന 50% കോയിനുകളും ബ്ലോക്ക് ചെയിന്റെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് സ്റ്റേക്ക് ചെയ്യപ്പെടും. ബാക്കിയുള്ള 50% നിങ്ങൾ ഡിജിറ്റൽ വാലറ്റിലേക്ക് വിഡ്രോ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ക്രിപ്റ്റോ പ്രോജക്റ്റുകളെ പോലെ ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ആയി കാത്തിരിക്കേണ്ട കാര്യം ഇല്ല. എന്നാൽ സ്വാപ്പ് ചെയ്ത് INR ആക്കുമ്പോൾ മുഴുവനും സ്വാപ്പ് ചെയ്യാതെ കുറച്ചെങ്കിലും ഡിജിറ്റൽ വാലറ്റിൽ ഹോൾഡ് ചെയ്യുകയോ ബ്ലോക്ക് ചെയിന്റെ ഡാവോ സിസ്റ്റത്തിൽ സ്റ്റേക്ക് ചെയ്യുകയോ ഉചിതമായിരിക്കും. ഇനി പ്രൊമോഷണൽ പ്ലാൻ മനസ്സിലാക്കാം. ഏവരും ഈ പ്രൊജക്റ്റിൽ ഒരു നോഡ് വാലിഡേറ്റർ ആയിരിക്കുമല്ലോ. ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ നോഡ് വാലിഡേറ്ററിനെ റെഫർ ചെയ്താൽ GST കഴിച്ച തുകയുടെ 5% വരുമാനമായി ലഭിക്കുന്നു. ഈ വരുമാനം ബാങ്ക് അക്കൌണ്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും 1000 രൂപയിൽ മുകളിൽ വരുമ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ലഭിക്കുന്നു. പ്രസ്തുത വരുമാനത്തിന് ഇൻകം ടാക്സ് റൂൾ നമ്പർ 194D ഇയർ 1961 പ്രകാരം 1% TDS മാത്രമേ ഈടാക്കുന്നുള്ളൂ. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്നതിനാൽ LIC ഏജന്റുമാർക്ക് ലഭിക്കുന്ന വളരെ പ്രത്യേകമായ ആനുകൂല്യം നിങ്ങൾക്കും ലഭിക്കുന്നു. ഇനി ആദ്യത്തെ റാങ്ക് നോക്കാം. സ്പാറ്റൻസ് എന്നതാണ് ആദ്യ റാങ്ക്. ഇതിനായി നിങ്ങൾക്ക് 2 അതിനു മുകളിൽ നോഡ് വാലിഡേറ്റർമാരെ നേരിട്ട് റെഫർ ചെയ്തതിനു ശേഷം അവരിലൂടെ 20 പേരുടെ ഒരു ടീം ബിൽഡ് ചെയ്യുക. ഈ 20 പേരിലൂടെ ഇന്ത്യൻ രൂപ 1 ലക്ഷത്തിൽ കുറയാത്ത ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 2 നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന്, മുഴുവൻ ടീം ബിസിനസിന്റെ 5%വും നേരിട്ട് റെഫർ ചെയ്യുമ്പോൾ ഉള്ള 10%വും. ഒരു വാലിഡേറ്റർ പൊസിഷനിൽ നിന്നും സ്പാർട്ടൻസിലേക്ക് എത്തുമ്പോൾ വരുമാനത്തിൽ കൃത്യമായ വർധനയുണ്ടാകും. സ്പൈഡേഴ്സ് ആണ് രണ്ടാമത്തെ റാങ്ക്. അതിന് 2 സ്പാർട്ടൻസിനെ ടീം വർക്കിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഇത് 2 ടീമിൽ നിന്ന് ആയിരിക്കുകയും അക്യുമുലേറ്റഡ് ബിസിനസ് 5 ലക്ഷം ആയിരിക്കണം. നേട്ടങ്ങൾ: 1, മുഴുവൻ ടീം ബിസിനസിന്റെ 5%വും നേരിട്ട് റെഫർ ചെയ്യുമ്പോൾ ഉള്ള 15%വും. തേർഡ് റാങ്ക് അവഞ്ചേഴ്സ് ആണ്. 2 ടീമിൽ സ്പൈഡേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അക്യുമുലേറ്റഡ് ബിസിനസ് 15 lakhs എത്തിക്കുകയും ചെയ്യുക. നേട്ടങ്ങൾ: മുഴുവൻ ടീമിന്റെ 5%, നേരിട്ടുള്ള ബിസിനസ്സുകളുടെ 20%. ഇനിയുള്ള 2 റാങ്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ കൂടി ലഭിക്കും. വാരിയസ് ക്ലബ് എന്നതാണ്. 2 അവഞ്ചേഴ്സ് ടീമിനെ ഡെവലപ്പ് ചെയ്യുക. ആദ്യം മുതലുള്ള ബിസിനസ് 40 lakhs തികയുമ്പോൾ നിലവിൽ സൂചിപ്പിച്ച എല്ലാ ബെനിഫിറ്റ്സിനും പുറമെ 1% പ്രോഫിറ്റ് ഷെയർ ആ മാസത്തെ എല്ലാ വാരിയേഴ്സ് ക്ലബ് മെമ്പേഴ്സിനുമായി തുല്യമായി പങ്കുവെക്കപ്പെടുന്നു. ലാസ്റ്റ് ലെജൻഡ്സ് എന്ന റാങ്കാണ്. 2 വാരിയേഴ്സ് ക്ലബ് മെമ്പേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആദ്യം മുതലുള്ള ബിസിനസ് 1 കോടി രൂപയിൽ എത്തിക്കുകയും ചെയ്താൽ ഇവിടെ കമ്പനിയുടെ മൊത്തം ബിസിനസിന്റെ 2%വും നിലവിലുള്ള ബിസിനസിന്റെ എല്ലാ വരുമാനവും ലഭിക്കുകയും ചെയ്യും. നിലവിൽ ഇന്ത്യയിൽ ലെജൻഡ്സ് ക്ലബ് ആരും ക്വാളിഫൈ ആയിട്ടില്ല. അതിനാൽ ഇതിപ്പോഴും സ്റ്റേജ് 1ൽ തന്നെയാണ്. പല പ്രോജക്റ്റുകളിലൂടെയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നഷ്ടപ്പെട്ട ധനം ഇതിലൂടെ തിരികെ ലഭിക്കാൻ സാധിക്കുന്നതുമാണ്. താങ്ക് യു.